പാല എന്നാൽ മാണിസാറാണ്, മാണിസാർ എന്നാൽ പാലയുമാണ്. അങ്ങനെ ഒരു ചരിത്രമുണ്ട് കേരളത്തിന്. അത് സത്യവുമാണ്. ഇതുപോലൊരു മണ്ഡലം ഉണ്ടാവില്ല. ആ മണ്ഡലം ഉണ്ടാകുന്ന കാലം തൊട്ട് 1965 തൊട്ട് തുടർച്ചയായിട്ട് മണ്ഡലം ഉണ്ടാകുന്നത് തന്നെ മാണിസാറിന് വേണ്ടിയിട്ടാണ്. അത് ഉണ്ടായിട്ട് തുടർച്ചയായിട്ട് 13 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി ജയിച്ചു വന്ന ഒരാൾ, മരണം വരെ ഒരേ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ഒരാൾ ആണ് മാണിസാർ. 13 തവണ ബജറ്റും അവതരിപ്പിച്ച ആളാണ്. 13 തവണയും ബജറ്റ് അവതരിപ്പിച്ചു. തീർച്ചയായിട്ടും ആയിരുന്നു അല്ലേ? മാത്രമല്ല, പാലാ ജയിക്കണമെങ്കിൽ പാർട്ടി അറിയണം, പള്ളി അറിയണം, ചരിത്രം അറിയണം. തീർച്ചയായിട്ടും എല്ലാം കൂടെ അറിഞ്ഞാൽ സാധാരണ മണ്ഡലം പോലെ അല്ല. അതുപോലെ വേറൊരു പ്രധാന കാര്യം, പാലാ നാരായണൻ നായർ അവിടെ ജനിച്ച ആളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പേരിലല്ല പാല അറിയപ്പെടുന്നത്, മാണിയുടെ പേരിലാണ്. മാത്രമല്ല, ഒരു യാദൃച്ഛികമാണെന്ന് തോന്നാം, മാണി എന്ന് പേരുള്ള ആള് മാത്രമേ അവിടെ നിന്ന് ജയിക്കുള്ളൂ എന്നുള്ളതാണ് സ്ഥിതി. സാക്ഷാൽ കെ എം മാണി മാറിയപ്പോ 13 തവണ അദ്ദേഹത്തെ ജയിപ്പിച്ച മണ്ഡലം മറ്റൊരു മാണിയാണ് ജയിപ്പിച്ചത്. അദ്ദേഹത്തിന് മാണി സി കാപ്പനാണെന്ന് പേരേ ഉള്ളൂ എന്ന് മാത്രമല്ല, ഒരുപക്ഷെ കെ എം മാണി നേരിട്ട ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം, മാണി ഉണ്ടാക്കി വെച്ച സകലമാന സാമ്രാജ്യവും അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി ഏതാണ്ട് പതനത്തിലേക്ക്. ഒരു കാര്യം കൂടി പറയാം, പാല മാണിസാർ എന്നുള്ള പേരിലല്ല ഇവിടെ അറിയപ്പെട്ടിരുന്നത്, പാലയിലെ മാണിക്യം. കറക്റ്റാണ്, പാലയിലെ മാണിക്യം. തീർച്ചയായിട്ടും ഇന്ന് ABC-യുടെ തെരഞ്ഞെടുപ്പ് മണ്ഡല പര്യടനം ചെന്ന് നിൽക്കുന്നത് പാലായിലാണ്. പാലായെക്കുറിച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും പാലായെക്കുറിച്ച് പറയുന്നത് മാണിസാറിനെ കുറിച്ച് കൂടിയുള്ള വർത്തമാനമാകും. തെരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ ഞങ്ങൾ പറയും. ഇന്നലെ വരെ പാലായിൽ എന്ത് സംഭവിച്ചു, നാളെ ഈ തൊട്ടു മുമ്പിലെത്തി നിൽക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാലക്കാർ എന്ത് തീരുമാനിക്കുന്നു എന്ന് പറയേണ്ടത് തീർച്ചയായിട്ടും ഞങ്ങളല്ല, വോട്ടർമാരാണ്. ഉറപ്പായും നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിലൂടെ കടന്നു വരാം. സാറേ, ഒന്ന് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ഈ പാലയുടെ ചരിത്രം കൂടെ ഏകദേശം സമയം. മീനച്ചിലാറിന്റെ കൈവഴികളാൽ സമ്പന്നമായിട്ടുള്ള ഒരു പ്രദേശമാണ്, ഫലഭൂയിഷ്ടമായ പ്രദേശമാണ്. പക്ഷെ ആ ഫലഭൂയിഷ്ടമായ പ്രദേശം ഇന്നിപ്പോൾ ഉപയോഗിക്കുന്ന റബ്ബർ കൃഷിക്കാണ് മുഖ്യമായിട്ടും. മറ്റ് കൃഷികളൊക്കെ കുറവാണ്. ഈ പാലയിലെ നാടുവാഴി സമ്പ്രദായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പാലയിലെ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാർ, അവിടുത്തെ നാടുവാഴികൾ അറിയപ്പെട്ടിരുന്ന കർത്താക്കന്മാരെന്ന പേരിലാണ്. മീനച്ചിൽ കർത്താക്കന്മാരെന്നാണ് ഈ നദിയുമായിട്ട് ബന്ധപ്പെടുത്തി അവരെ പറ്റി പറഞ്ഞിരുന്നത്. ഇവിടെ കെ എം മാണി വന്നതോടുകൂടി ഈ പാലയുടെ മൂച്ചായായി മാറി, ഒരു നാടെന്നുള്ളതിനേക്കാൾ വലിയൊരു അമേരിക്കൻ രീതിയിലുള്ള ടൗണായിട്ട് മാറി. സാർ പോയിട്ടുണ്ടോ? മനോഹരമായ റോഡുകൾ, സൈഡിൽ പൂന്തോട്ടങ്ങൾ, വളരെ വൃത്തിയുള്ള വെടിപ്പുള്ള പാത. ഇപ്പത്തെല്ലാം തകർന്ന് തരിപ്പണമായി. വെള്ളപ്പൊക്കം വന്ന കാലാവസ്ഥ മാറി, വെള്ളം കയറി പാലയിലേക്ക് കയറിയതോടുകൂടി അത് ആകപ്പാടെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും. പാലാ തൊടുപുഴ റോഡ് വളരെ മോശമായ അവസ്ഥയിലാണ് ഇപ്പോൾ. മാണിസാറിൻ്റെ ആ സൗഭാഗ്യങ്ങളോ ഐശ്വര്യങ്ങളോ ഒക്കെ പോയൊരവസ്ഥയിലാണ്. അത് പ്രതീകാത്മകമായിരിക്കാം, എന്തായാലും ശരി, അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട് അവിടെ. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എങ്കിലും മീനച്ചിലാറെന്നുള്ളത് കൊണ്ട് വളരെ അത് തന്നെയാണ് ഈ കുഴപ്പമുണ്ടാകും. മീനച്ചിലാർ ആ പാലയിലേക്ക് കയറി ഒഴുകുന്നത് വെള്ളപ്പൊക്കം കഴിയുമ്പോൾ. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനിയും കെ എം മാണി സാറ് അതിനൊരു പ്രത്യേക ഐഡന്റിറ്റി കൊടുത്തു. പക്ഷേ മാണി സാറിന്റെ പോലും ആത്മാവ് ആഗ്രഹിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല, ജോസ് കെ മാണിക്ക് അവിടെ ജയിക്കാനുള്ള യോഗം ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ല, ആനപ്പുറത്ത് ഇരുന്ന ആൾക്ക് തഴമ്പുണ്ടാവും, ആനപ്പുറത്ത് ഇരുന്ന ആളിന്റെ മകന് തഴമ്പുണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ മാണി സാർ എന്ന് പറഞ്ഞാൽ കുഞ്ഞുമാണി എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. പാലയുടെ വികാരങ്ങളെല്ലാം തൊട്ടറിയുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ ഏതൊരു കല്യാണത്തിന്, ഇപ്പം മാഷ് അവിടെ ആണെന്ന് വെക്കുക, മാഷിൻ്റെ ഏത് കല്യാണ ചടങ്ങ്, ഏത് കല്യാണത്തിന് ക്ഷണിച്ചാലും എപ്പോഴാണെങ്കിലും പുള്ളി തിരുവനന്തപുരത്ത് നിന്ന് പാഞ്ഞ് അവിടെ എത്തിയിരിക്കും ഏതെങ്കിലും സമയത്ത്. എന്നാലും എന്റെ പൊന്നു സാറേ, മാണിക്യത്തിന്റെ മോൻ കരിക്കട്ടയാവൂ? ആ കരിക്കട്ടയാണ്, അദ്ദേഹത്തിന് ആ ബന്ധമില്ല അദ്ദേഹം നിലനിർത്തുന്നില്ല. പാർട്ടിയിൽ കുറെ ഇങ്ങനെ നല്ല സുമുഖന്മാരായിട്ടുള്ള ആൾക്കാരുമായിട്ട് നല്ല വസ്ത്രവും വെടുപ്പും ധരിച്ച് പോയാലാവില്ല സാറേ. ഈ കെ മാണി സാർ ഈ വെടിപ്പ് നല്ലപോലെ കേൾക്കും. അദ്ദേഹം ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഈ കതർ ഷർട്ട് മാറുമായിരുന്നാ പറയുന്നത്. അത്ര വെടിപ്പ് നോക്കുന്ന ആളാണ്, വിയർക്കാതിരിക്കാൻ. പക്ഷേ അദ്ദേഹം ഗ്രാമാന്തരങ്ങളിൽ പോയി ഓരോ ചടങ്ങുകളും സംബന്ധിച്ച് ഓരോരുത്തരെയും പേരെടുത്ത് വിളിക്കും. പക്ഷെ അദ്ദേഹത്തെ അല്ലേ സാർ രാഷ്ട്രീയ കേരളം ഇത്രയേറെ അപമാനിച്ച ഒരു നേതാവ് വേറെ ഉണ്ടോ? ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കാതെ കേരളത്തെ മുഴുവൻ സ്തംഭിപ്പിച്ച് രാഷ്ട്രീയം അവതരിപ്പിച്ചിട്ട് മാത്രമേ അദ്ദേഹം പോയിട്ടുള്ളൂ. അല്ല, അത് മാത്രമല്ല സാർ, കേരള രാഷ്ട്രീയത്തില് അഴിമതി പണം എണ്ണാനായിട്ട് മാത്രം നോട്ടെണ്ണൽ യന്ത്രം സൂക്ഷിക്കുന്ന ഒരു MLA എന്നും മന്ത്രി എന്നും ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള പേര് നേടിയതും ഈ മാണിക്യം തന്നെയാണ്. ഈ ഇങ്ങനൊരു യന്ത്രമുണ്ടെന്ന് സാധാരണക്കാരൻ അറിയുന്നത് അപ്പോഴാണ്. അങ്ങനെയാണ് തീർച്ചയായും. അല്ല, കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ബിസിനസ് ലിങ്ക്ഡ് ആണ്, ഒരു ബിസിനസ് ആണ് അവര്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ സാറേ, ഞാൻ
ഒരു ദിവസം മാത്രമാണ് ഞാൻ ഈ മനുഷ്യനെ നേരിട്ട് കണ്ടിട്ടുള്ളത്. അതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. പക്ഷേ വളരെ കൃത്യമായിട്ട് ഒരു അക്കാദമിക് ആവശ്യവുമായിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പോൾ എനിക്കിത് കിട്ടിയ നിർദ്ദേശം അവിടെ പോയി കാണൂ, ഒരു പരിഹാരം അദ്ദേഹം തരും എന്നാണ് പറഞ്ഞത്. ഒരു പരിചയമില്ലാത്ത ആ വീട്ടിലേക്ക് ഞാൻ കടന്നു ചെന്നു. എനിക്കൊരു കേക്ക് തരികയും ആ ആവശ്യത്തിൽ കൃത്യമായി ഇടപെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വോട്ടറല്ല ഞാൻ എൻ്റെ മകളുടെ കല്യാണം നടന്നു കോട്ടയത്ത് വെച്ചാൽ ഇദ്ദേഹത്തെ അത്ര വലിയ പരിചയം ഞാനൊന്നുമില്ല. കണ്ട് നമ്മുടെ ആവശ്യത്തിന് പോകുന്നു, റെക്കോർഡിങ് അല്ലെങ്കിൽ പ്രസ്താവനകൾ റെക്കോർഡ് ചെയ്യുന്നു, ഇതും അല്ലാതെ പരിചയമില്ല. പക്ഷേ കല്യാണത്തിന് ഒരു കുറി കൊടുത്തതേ ഉള്ളൂ. അദ്ദേഹം ആ കല്യാണത്തിൻ്റെ ചടങ്ങിൽ വന്നു, ഞങ്ങളുടെ മകളെ ആവശ്യത്ത് വരും, ഒന്നും കഴിച്ചതുമില്ല. അദ്ദേഹം വന്നു. അക്കാഡമിക് രംഗത്ത് മണി സാറിനെ ഞാൻ ശ്രദ്ധിക്കുന്നത് അധ്വാന വർഗ സിദ്ധാന്തം പറഞ്ഞ അദ്ദേഹം ഒരു പുസ്തകം എഴുതുമ്പോഴാണ് ക്രിസ്ത്യാനിക്ക്, ഞാൻ പറയുന്നത് കേരളത്തിലെ കുടിയേറ്റ ക്രിസ്ത്യാനിക്ക് കൃഷി സമം റബ്ബർ, റബ്ബറിന്റെ വില സമം കേരള കോൺഗ്രസ് എന്നൊക്കെ ഞങ്ങൾ പഠിച്ചു വെച്ച കാലത്ത് തൊഴിലാളി വർഗത്തിന് ഒരു ഈ യേശുദേവന്റെ വിമോചന സങ്കല്പമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു അധ്വാന വർഗ വിമോചന സിദ്ധാന്തം താത്വികമായി അത് അവതരിപ്പിച്ചിരിക്കുന്നു അദ്ദേഹം. ഇത്രയേറെ ബജറ്റ് അവതരിപ്പിക്കുന്ന രംഗത്ത് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണെങ്കിൽ സൈദ്ധാന്തികൻ കൂടിയായി തീരുന്നുണ്ട് ആ പുസ്തകത്തിൽ. അതുകൂടിയാണ് മാണി സാറിന്റെ. അദ്ദേഹം പറഞ്ഞു മാർക്സിസത്തെ തോൽപ്പിക്കുന്ന ഒരു സിദ്ധാന്തമാണിതെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. അദ്ദേഹം ഏതായാലും 13 തവണയാണ് വിജയിച്ചത്. ഏതാണ്ട് കുടികിടപ്പ് അവകാശം പോലും അവിടെ കിട്ടുന്ന 13 തവണയാണ് വിജയിച്ചത് നമുക്ക് മണ്ഡലത്തിലേക്ക്. അതെ, തീർച്ചയായിട്ടും നമുക്ക് നോക്കേണ്ടത് മാണി സാർ മത്സരിച്ച ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പായിരുന്നു 2016 തെരഞ്ഞെടുപ്പ്. അന്ന് സംഗതി മാണി സാറ് പാലായുടെ ഓമനപുത്രനാണെങ്കിൽ പോലും കഷ്ടിച്ചാണ് ജയിച്ചു കയറിയത് 4000 വോട്ടിന് കേവലം. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു ഡീക്ലൈൻ ഏതാണ്ട് അവസാന കാലത്ത് ആരംഭിച്ചിരുന്നു. ജോർജിന്റെ ശക്തമായ എതിർപ്പ്, അഴിമതി ആരോപണം ആയിരിക്കാം, പാലാജി ടയേഴ്സിനെ കുറിച്ചുള്ള ആരോപണം, ഒരുപാട് ശക്തമായിട്ട് ആരോപണങ്ങൾ തുറന്നടിച്ച ഒരാളാണ് PC ജോർജ്. അതിന്റെ ഒരു ഇമ്പാക്ട് ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു പരാജയം ഒരു പക്ഷേ ഒരു ജീവിതത്തിൽ ഉത്ഥാന പതനങ്ങൾ ഉണ്ടാവുമല്ലോ ഏത് നേതാവിനും. അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി ഇപ്പോഴത്തെ MLA മാണി സി കാപ്പനായിരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് KM മാണി ജയിച്ചു, മാണി സി കാപ്പൻ കഷ്ടിച്ച് തോറ്റു. പക്ഷെ അന്ന് തന്നെ തോൽവിയുടെ സൂചനയുണ്ട്. കേവലം 4000 വോട്ടിനാണ് അന്ന് മാണി സാർ ജയിച്ചത്, 4703 വോട്ടിന്. അതാണ് 2016 ഒരു സ്ഥിതി. മാത്രമല്ല അന്ന് ഇടതുപക്ഷത്തിന്റെ NCP ആണ് മാണി സി കാപ്പൻ, NCPയുടെ നേതാവാണ്. BJPയുടെ പ്രമുഖനായ നേതാവ് N ഹരി മത്സരിച്ചു. അന്നും പാലായിൽ BJPക്ക് സാമാന്യേന ആലോചിച്ചു, ഇന്നല്ല 2016 ഇലക്ഷനിൽ പോലും BJPക്ക് 25,000 വോട്ട് പിടി. അതാണ് പാലായുടെ ഈ NDAയുടെ BJPയുടെ സാധ്യത. അതാണ് മാണി സാറിന്റെ ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ്. മാണി സാർ മത്സരിക്കാത്ത തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും മാണി സി കാപ്പൻ ജയിച്ചു കയറുന്നു. മാണി സി കാപ്പനെതിരായിട്ട് മത്സരിച്ചിരുന്നത് ജോസ് കെ മാണിയാണ്. ആലോചിച്ച് നോക്കൂ, KM മാണിയെ ഏറ്റവും ഒടുവിൽ കഷ്ടിച്ച് ജയിച്ചു കയറിയ മാണി സി കാപ്പൻ മാണിക്ക് ശേഷം തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ മാണിയുടെ പുത്രനെ മലർത്തി അടിച്ചിട്ട് ജയിച്ചു കയറുന്നു എന്നതാണ് പ്രത്യേകത. വേറൊരു കാര്യം കൂടി ഓർക്കണം, മാണി സാർ ജയിച്ചത് കേവലം 4000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയെ തോൽപ്പിക്കുന്നത്, മാണി സി കാപ്പൻ തോൽപ്പിക്കുന്നത് 15,378 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. വലിയ അടിയാണ് അത്. വേറൊരു പ്രത്യേകത, പ്രമീള ദേവി എന്ന BJP നേതാവ് മത്സരിച്ചപ്പോ എനിക്ക് തോന്നുന്നു N ഹരി മത്സരിച്ചതിന്റെ യാതൊരു ഗുണവും കണ്ടില്ല. BJPയുടെ വോട്ട് ഗണ്യമായിട്ട് കുറഞ്ഞു, പകുതിയിലേറെ താഴെ 10,000 വോട്ട് മാത്രമേ അവർക്ക് പിടിക്കാൻ പറ്റിയുള്ളൂ. അതാണ് 2021 ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അതായത് N ഹരി എന്ന് പറഞ്ഞ BJPയുടെ അടിമുടി BJP പ്രവർത്തകർ, പ്രമീള ടീച്ചർ എന്ന് പറയുന്ന അവിടുത്തെ കോളേജ് ലെക്ചറായിരുന്നു. അവരിൽ കവിയത്രിയും കൂടെ ആയിരുന്നു. പ്രവർത്തനം BJPയിൽ അധികം പ്രവർത്തിച്ചുള്ള പാരമ്പര്യമില്ല. ഒരു കേഡറുമായിട്ടുള്ള അടുപ്പം. പാലക്കാർക്ക് റബ്ബർ പാല് മതി, കവിത വേണമെന്നില്ല. അതേസമയം ചില പ്രദേശങ്ങളിലെ റബ്ബറിൽ കൂടി പോലും കവിത ഒഴുകും. ചില പ്രദേശം അങ്ങനെയുള്ള പ്രദേശങ്ങളുണ്ട്. ശിവപ്രസാദ് സാർ, ഈ പാലാ മണ്ഡലം എന്ന് പറയുന്നത് ഇടുക്കി മണ്ഡലത്തിന്റെ കോട്ടയം മണ്ഡലത്തിലാണ് ലോക്സഭയിൽ വരുന്നത്. ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിൽ എന്താണ് സ്ഥിതി? അവിടെ ഏറ്റവും ഒടുവിലത്തെ 2019 2024 മാത്രമേ നമ്മൾ ഇതിനകത്ത് എടുക്കുന്നുള്ളൂ. ഈ രണ്ട് മണ്ഡലം 2019 അവിടെ നിന്ന് തോമസ് നമ്മുടെ ചാഴിക്കാടനാണ് പോകുന്നത്. VN വാസവനാണ് മത്സരിച്ചിരുന്നു. 2024 ഫ്രാൻസിസ് ജോർജ്, തുഷാർ വെള്ളാപ്പള്ളി അവിടെ നിന്ന് മത്സരിച്ചിരുന്നു. ഇതിൽ കണക്ക് നോക്കുകയാണെങ്കിൽ 19 24 കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലം ആയ പാലയിൽ ഓരോ മുന്നണിക്കും കിട്ടിയ വോട്ടിംഗ് ശതമാനം നമുക്ക് നോക്കാം. ഇതിനകത്ത് UDF 19 പാലായിൽ ലഭിച്ചത് 66,971 വോട്ടുകളാണ്, 51.9%. LDF 26% വോട്ട് മാത്രം, വളരെ താഴെയാണ്, 33,499. NDAക്ക് 20%, 20.6 കിട്ടി എന്നുള്ളതാണ്, 26,533.
ഇനി 2024 വരുമ്പോൾ UDF ഈ 51 നിന്നും 44 താഴ്ന്നു എന്നുള്ളതാണ്. വലിയ ഒരു മാറ്റമാണ് വന്ന് താഴ്ചയാണ് വന്നിരിക്കുന്നത്. 52,295 വോട്ടുകളാണ്. ഇവിടെ LDF 26 നിന്നും 33 ഉയർന്നു എന്നുള്ളതാണ്. 33.6, 39,830 വോട്ടുകളാണ് കിട്ടിയത്. NDAക്ക് 19%. NDA ഏതാണ്ട് ഒരേപോലെ 20ഉം 19ഉമായി സ്റ്റേബിളാണ്. ഇതാണ് പാലാ മണ്ഡലത്തിലെ അവസ്ഥ ആണല്ലേ. ഇങ്ങനെ പോയാൽ BJP അതിന്റെ സ്റ്റേബിളായി നിലനിർത്തുന്നുണ്ട്, അതിന്റെ സാധ്യതകൾ അടിത്തറ നിലനിർത്തുന്നുണ്ട് എന്നർത്ഥം. വികസിപ്പിക്കാനുള്ള സാധ്യതകൾ മറ്റൊന്നും ചെയ്യാനില്ലെങ്കിലും അവർ ആ ലഭിച്ച വോട്ട് അതേപടി നിർത്തി പോകുന്നുണ്ട്. അവർക്ക് വലിയ വോട്ടങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ക്രിസ്ത്യൻ വോട്ടുകൾ BJPയോട് അടുക്കുന്നുണ്ടോ? ക്രിസ്ത്യൻ വോട്ടുകൾ മാത്രമല്ല, പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ റബ്ബർ കൃഷി കൊണ്ടും ബിസിനസ് കൊണ്ടും മെച്ചപ്പെട്ടിട്ടുള്ളത് ക്രിസ്ത്യൻ സമുദായമാണെങ്കിലും കുറവല്ലാത്ത രീതിയിൽ അതിന്റെ ഡെമോഗ്രഫി നോക്കിയ ഹിന്ദുക്കളുടെ പോലെ അവിടുത്തെ ഒരു രാമപുരം ക്ഷേത്രമുണ്ട്. വളരെ പേര് കേട്ട ഒരു ക്ഷേത്രം, ധാരാളം പോയിട്ടുണ്ട്. അതിനെ ചുറ്റി പിന്നെ അവിടുത്തെ ഈ മീനച്ചിൽ കർത്താക്കൾ എന്ന് പറയുന്നത് ഏറ്റവും നല്ല സുപ്രശസ്തരായ ആൾക്കാരാണ്. ഹിന്ദു നല്ല രീതി പ്രമാണിമാരെന്നുള്ളതാണ്. നല്ല ആളുകൾക്കെല്ലാം നല്ല സഹായവും ഒക്കെ ചെയ്യുന്ന, അവരെക്കുറിച്ച് ചീത്തപ്പേരുകളൊന്നും ഉണ്ടാക്കാത്ത നാടുവാഴികളായിരുന്നു. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മുടെ ലളിതാംബിക അന്തർജനം ജനിച്ചത് ഈ രാമപുരത്താണ്. രാമപുരമാണ് അവരുടെ പാലാ മണ്ഡലത്തിൽ വരുന്ന രാമപുരത്താണ് അവരുടെ. പാലാനാരായണൻ നായർ മാത്രമല്ല ഉള്ളത്. അധികാരം അവിടെ ഉണ്ടായിരുന്നില്ല. ജനിച്ചത് ജന്മം കൊണ്ട് പാലാക്കാരിയാണ് നമുക്ക് പറയാം. ലളിതാംബിക അന്തർജനം. രാമപുരം തന്നെയാണ് അവരുടെ ജന്മസ്ഥലം എന്നുള്ളതാണ് നമ്മൾ വായിച്ച് അറിഞ്ഞത്. എന്തായാലും പാലായെയും ലളിതാംബികയും സാക്ഷി നിർത്തി പറയാവുന്നത്, മാണി സാറിന്റെ ഓർമ്മയിൽ പാലായെ നോക്കി നമുക്ക് പറയാവുന്നത് പാലാ പാടിയതുപോലെ കേരളം വളരുന്നു എന്ന് തന്നെയാണ്. അഗ്നിസാക്ഷിയാക്കി നമുക്ക് പറയാനും പറ്റും. ഇനി ഏറ്റവും ഒടുവിലത്തെ ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ പാലായിൽ 53,313 വോട്ടുകൾ UDF ലഭിച്ചപ്പോൾ 54,831 വോട്ടുകൾ LDF കിട്ടിയിട്ടുള്ള 19,179 വോട്ടുകളാണ് പിന്നെ BJP. അതും അവർക്ക് അവിടെ അതിങ്ങനെ എപ്പോൾ ലഭിക്കുന്ന വോട്ടുകൾ അതേപോലെ നിർത്തുകയാണ്. പക്ഷേ LDF മേൽക്കൈ ലഭിച്ച ചുരുക്കം ചില നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് പാല. ആ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ വലിയ വ്യത്യാസം കണ്ടിരുന്നല്ലോ. അല്ല, അതിലൊരു ചെറിയ വ്യത്യാസം, പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം വന്നു സാർ. മാണി സാറിന്റെ പിറ്റേന്ന് ജോസ് കെ മാണി LDF പോയി. അപ്പൊ അതുകൊണ്ട് ഇടതുപക്ഷത്തിന് ലീഡ് കിട്ടി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ ജോസ് കെ മാണിക്ക് കൂടി കിട്ടിയ ലീഡാണെന്ന് വേണം കരുതാൻ. അത് മാണി സാറിന് കിട്ടിയ ലീഡ് തന്നെയാണ്. കാരണം അദ്ദേഹം ഇപ്പോ മാണി സാർ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹവും ഇടതുപക്ഷത്തായിരുന്നെങ്കിൽ ഇതൊക്കെ തന്നെയാണല്ലോ സംഭവിക്കുക. എന്തായാലും വേറൊരു കാര്യം കൂടെ സംഭവിച്ചു. പാലാ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് കേരള കോൺഗ്രസ് വെച്ചിരുന്നു. അയ്യോ, അതിക്കൊല്ലം ഭയങ്കര ദയനീയമായി. ഒരു കുടുംബം ഒരു പക്ഷേ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേരിട്ട ഏറ്റവും വലിയ അപമാനകരമായ അവസ്ഥ. ഒറ്റ കുടുംബം അവരെ തോൽപ്പിച്ചു കളഞ്ഞു. ഈ കുടുംബത്തെ തോൽപ്പിച്ചു, കരിങ്ങോഴിൽ കുടുംബത്തെ അവർ തോൽപ്പിച്ചു കളഞ്ഞു എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പള്ളി അറിയണം, കുടുംബം അറിയണോ. അവിടെ ചില സിനിമകളിലൊക്കെ പറയും പോലെ ഇത് ചില കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു പൊരുത്തക്കേടും പോരാട്ടവും കൂടി അതിന്റെ അണ്ടർ കറണ്ട് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഈ ഒടുവിലത്തെ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് അതാണ്. ആ വീറും വാശിയും അതിനകത്ത് കണ്ടു. അവസാനമായി സഭകളുടെ ഒരു റോൾ എന്താണ് അവിടെ? ശക്തമാണ്. കത്തോലിക്ക സഭ വളരെ ശക്തമാണ്. അതിന്റെ സ്വാധീനവും വളരെ ശക്തമാണ്, സംശയമില്ല. മറ്റു സഭകൾ അത്ര പ്രമുഖമായിട്ട് ഓർത്തഡോക്സ് ഉണ്ട്. കോട്ടയത്ത് പൊതുവെ ഓർത്തഡോക്സ് സഭയ്ക്ക് പ്രാബല്യമുണ്ട്. മലയാള മനോരമയൊക്കെ ആ സഭയുടെ പിന്തുണയ്ക്കുന്ന ഒരു പത്രവുമാണ്. അവിടെ ദേവലോകം അരമന എന്ന് പറയുന്ന അവരുടെ ആസ്ഥാനമാണ്. കോട്ടയത്താണ് ശക്തി. പാലയിലുള്ളത് കാത്തോലിക്ക. പല പണക്കാരായിട്ടുള്ള ക്രിസ്ത്യാനികളെല്ലാം റോമൻ കാത്തോലിക്ക സഭയിൽപ്പെട്ടവരാണെന്നാണ് പൊതുവെ പറയാറുള്ളത്. അവിടെ വേറൊരു കാര്യം കൊണ്ടുള്ളത്, പണം കൊണ്ട് അവിടെ ക്രിസ്ത്യാനികളാണ് മുന്നിലെങ്കിലും പണം കൊണ്ടല്ലാതെ ഹിന്ദുക്കളും ഏറിയ പക്ഷവും ഉണ്ട്. അവർ വളരെ സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഏതായാലും മാണി സാറിന്റെ സാമ്രാജ്യത്തെ, മാണി സാറിനെ ജീവിതകാലം മുഴുവൻ ഉപദ്രവിച്ച CPM-ന്റെ ചെലവിൽ ഇപ്പോ സമ്പൂർണമായി ആ സാമ്രാജ്യം തകർന്നിരിക്കുന്നു. അതാണ് ഒരു പക്ഷേ ഒരു മോനും അത്തരം ഒരു നടപടിക്ക് കൂട്ടുനിൽക്കാൻ പാടില്ലാത്ത അല്ലേ? കരിങ്ങോഴിൽ കുടുംബത്തെ ഇപ്പൊ പുളിങ്കട്ടത്തിൽ കുടുംബം തകർത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ്. വളരെ ദാരുണമായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ. നല്ല കാലമല്ല. KM മാണിയുടെ ഗ്രൂപ്പ്, അതായത് മാണി ഗ്രൂപ്പ്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുപക്ഷത്ത് നിന്ന് UDF പോകുമെന്നൊക്കെയുള്ള ശക്തമായ
അപ്പോഴും അഭ്യൂഹങ്ങൾ. പാലാ നിയോജക മണ്ഡലത്തെ ചൊല്ലി വഴക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് തീർച്ചയായും. കാരണം പിന്നെ ഇടതുപക്ഷം എന്ന് പറയുന്നത് കേരള കോൺഗ്രസിന്റെ പ്രത്യേകിച്ചും കത്തോലിക്ക സഭയുടെ സ്വാഭാവികമായിട്ടുള്ള ഇക്കോസിസ്റ്റം അല്ല, അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഇക്കോസിസ്റ്റം അല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഈ നിയമസഭാ ഇലക്ഷന് തൊട്ട് മുമ്പ് ഇനിയും ജോസ് കെ മാണിയുടെ ഒരു ചാഞ്ചാട്ടം അത് ചാടി നമ്മൾ വിചാരിച്ചിരുന്ന ഇനി സാധ്യതയുണ്ടാവും? ഇല്ല, കെട്ടിയിട്ടിരിക്കും. പക്ഷെ സഭ പുതിയ അന്തരീക്ഷത്തിൽ കേൾക്കുന്നത് UDF-നെ പിന്തുണക്കാനാണ് സാധ്യത എന്ന് വരെ സഭയോട് പറഞ്ഞു അദ്ദേഹം. നിങ്ങൾ ആവശ്യപ്പെട്ട 16 കാര്യങ്ങളിൽ 13 ഞങ്ങൾ സാധിച്ചു തന്നു, ഇനി അതിനപ്പുറം പറയണ്ട, ഞങ്ങൾക്ക് അഭയം തന്നത് LDF ആണ്, ഞങ്ങൾ വിട്ടുപോകുന്ന പരിപാടിയില്ല എന്ന് മറുപടി പറഞ്ഞു ചില പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. എന്തായാലും ജോസ് കെ മാണിക്ക് പാലായിൽ ഒരു കൈ നോക്കണമെന്നും ജയിക്കണമെന്നും മന്ത്രിയാവണമെന്നും ഒക്കെ മോഹം ഉണ്ടാവും. നടക്കില്ല. എന്താണെന്നറിയാം, പ്രമോദ് നാരായണനും അതുപോലെ തന്നെ റോഷി അഗസ്റ്റിനും കൂടെ ചേർന്ന് ഇദ്ദേഹത്തെ കെട്ടിയിട്ടിരിക്കുകയാണ്. കേരള കോൺഗ്രസ് ഇദ്ദേഹം മാത്രമായി കഴിഞ്ഞാൽ പിന്നെ കേരള കോൺഗ്രസ് ബിഗ് സീറോ ആയിട്ട് തീരും. അതാണ് അദ്ദേഹത്തിന് അറിയാം, ആ ബോധ്യമുണ്ട്. പക്ഷേ ശത്രുക്കൾ മക്കളായി പിറക്കുന്നു എന്ന് കേൾക്കാറുണ്ട്. ഒരു പക്ഷെ അങ്ങനെ സംഭവിക്കുമോ? മാണിസാറിന്റെ ഒരു പിറ്റേന്ന് മാണിസാറിന്റെ കാലശേഷം മാണിസാറിന്റെ മൊത്തം പ്രതാപത്തെ ലെഗസിയെയും തകർക്കുന്ന ഒരു മോനായി തീരുമോ ജോസ് കെ മാണി? അതാണ് തീർച്ചയായിട്ടും അത് സംഭവിച്ചിട്ടുണ്ട്. പ്രേക്ഷകർ പറയട്ടെ അല്ലെ, ഇനിയുള്ളതും പാലായിലെ വോട്ടർമാർ പറയട്ടെ, ആർക്കാണ് എന്താണ് സാധ്യത? വലിയ പോരാട്ടമായിരിക്കും 26-ലും നിയമസഭയിലേക്ക് പാലായിൽ നടക്കുക. നിങ്ങൾക്ക് പ്രവചിക്കാം LDF ആണോ UDF ആണോ NDA ആണോ സാധ്യതയെന്ന്. നമ്മുടെ കമന്റ് ബോക്സിൽ ആദ്യം തന്നെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രവചിക്കാം, എത്രയും വേഗമാകട്ടെ. തീർച്ചയായിട്ടും വൈകണ്ട. ABC ന്യൂസിന്റെ കമന്റ് ബോക്സ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. പാലാക്കാർ എന്ത് പറയുന്നു എന്നറിയാൻ, ഞങ്ങളിലൂടെ അറിയാൻ, ABCയിലൂടെ അറിയാൻ മലയാളികളും കാത്തിരിക്കുന്നു. വേഗമാകട്ടെ. 2026 കേരളത്തിൽ ആര് ജയിക്കും? ABC മലയാളം ഒരുക്കുന്ന ജനകീയ പോളിംഗിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിന് ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കേരളം 2026 ആര് ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.